Hello guys, welcome back to Crazy Family. So guys, ഇന്നത്തെ പരിപാടി എന്താ വെച്ചാ റോങ് ആൻസർ ചലഞ്ച്. ഓളാണ് ചലഞ്ച് കണ്ടെത്തുന്നത്. അപ്പോൾ ഓളഞ്ഞ എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ക്വസ്റ്റ്യൻ സംസാരത്തിലൂടെ എന്തെങ്കിലും ചോദിക്കും, ഞാൻ അതിന് ഉത്തരം തരണം. അപ്പൊ ഞാൻ പിന്നെയും ചോദിച്ചെടുക്കണം. ഒരു ടൈം വരെ പിന്നെ ഞാൻ അതെ, അതിലങ്ങനെ തന്നെയാണല്ലോ ഒരു കോൺവെർസേഷൻ അല്ലത്. കോൺവെർസേഷൻ പോലെ തന്നെ അങ്ങനെ തന്നെയാണല്ലോ കോൺവെർസേഷൻ. ഇപ്പൊ ഞാൻ ഇതിനോട് ക്വസ്റ്റ്യൻ ചോദിക്കണം, ഞാൻ ഉത്തരം തിന്നേ അപ്പൊ ഇജ എന്താ അങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യണം. അത് എന്റെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മനസ്സിലായ അങ്ങനെ ഞാൻ ചോദിക്കും, സങ്കടപ്പെടണ്ട. അങ്ങനെ ആക്കാൻ പറ്റൂല. അങ്ങനെയാണ് ചലഞ്ചിങ്. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. സോ ഫസ്റ്റ് റൗണ്ട്. ഞാൻ ഫ്ലൈറ്റ് ഓടിക്കായിരുന്നത്. അതെല്ലാം ചോദിച്ചു. വലുതായിട്ട് എന്താവാൻ ആഗ്രഹം? എനിക്ക് മാങ്ങ ഇഷ്ടമാണ്. ഏത് ടൈപ്പ് മാങ്ങയാണ് ഇഷ്ടം? എനിക്ക് ടെസ്ലയാണ് എന്റെ ഫേവറേറ്റ് കാർ. അല്ലട്ടോ, എന്നോടന്നെ പറഞ്ഞേ. അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞ പോട്ടാ. ഓക്കെ, ഒന്നും കൂടി. എന്തുകൊണ്ടാണ് കാറൊക്കെ ഇഷ്ടം? കാക്ക കഷ്ടക്കൂടുതലും പറക്കല്. ഞാൻ ഇതുവരെ അങ്ങനെയാണ് കണ്ടതുണ്ട്. കാക്ക കിളികൾ ഏറ്റവും ഇഷ്ടമുള്ള കിളിയത്? മാങ്ങ ടേസ്റ്റ് ആണ്. മധുര പഴുത്ത മാങ്ങ ശശി പച്ച. ഏതൊരു ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഉണ്ട്? അവിടെ തേങ്ങ തന്നെയാണ്. തേങ്ങ ഏത് തേങ്ങ? അത് പൈപ്പാണ്. ആ പൈപ്പ് ഏത് ബ്രാൻഡിന്റെ അറിയോ? ശരിയാണ്, ഞാൻ നല്ല കുട്ടി തന്നെയാണ്. അതിന് കാക്കച്ചി അതാ. പോർഷൻ അഭിപ്രായം? എനിക്ക് BMW ഇഷ്ടമാണ്. BMW M4 ആണോ M3 ആണോ? എനിക്ക് ഉമ്മച്ചിനാണ് ഭയങ്കര ഇഷ്ടം, പക്ഷെ ഇപ്പച്ചിനെ ഇഷ്ടമാണ്. ഓക്കെ, ഇമ്മച്ചിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ക്യാരക്ടർ? എനിക്ക് ചോറ് കഴിക്കാൻ നല്ല ഇഷ്ടമല്ല. വേറെ എന്താണ്? പിന്നെ ചോറും ബിരിയാണി കാണെങ്കിൽ കാര്യം പറയട്ടെ, മൈക്ക് തരണം നിന്റെ അടുത്ത്. പറഞ്ഞേ മൈക്ക്. എന്തുകൊണ്ടാണ് ഇപ്പച്ചിനെ അത്ര ഇഷ്ടമില്ലാത്തത്? ആ പ്ലാവ് വെച്ചിട്ട് പോ ഒന്ന് രണ്ട് വർഷമൊക്കെ വെച്ചിട്ട്. സീരിയസ് പ്ലാവാണ്? അവക്കാഡോ മരം ഉണ്ട് അതിന്റെ അടുത്ത്. ഇവിടെ ഞാൻ കണ്ടില്ലല്ലോ. അതോ, അത് എന്താ മരം എനിക്കറിയില്ല. ഇത് പ്ലാവാണ്. ഈ പൈപ്പ് കൂടെയാണ് അതിക്ക് വെള്ളം വരില്ല. അതിന് ഏതിന്? അതിന് ഞാൻ അതിന് ഇതിനൊന്നും പറയാൻ പാടില്ല. സംഭവം പോയി കഴിച്ചു. അപ്പൊ ഓൾക്ക് പോയി. ഞാൻ പറയിപ്പിച്ചില്ല. മൈക്കോടച്ച് പറഞ്ഞാൽ കേൾക്കൂല. ഞാൻ കഴിച്ചാണ് ഉദ്ദേശിച്ചത്. ഞാൻ തുടങ്ങുമ്പോ തന്നെ പോയി കണ്ടോട്ടില്ല. കഴിഞ്ഞ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? ഞാൻ ഇന്നലെ ചമ്മാട് പോവാൻ വിചാരിച്ചിനി, പക്ഷെ പറ്റിയിട്ട് എന്താ പോവാന് അറിയില്ല. ഉമ്മച്ചിനെ കണ്ട് സങ്കടം വരുന്നുണ്ട്. ഉമ്മച്ചിനെ കണ്ട് സങ്കടം വരുന്നുണ്ടോ? എന്താ എന്തിന്? എന്താ ചെയ്യാ? അത്ര ലാഗാൻ പാടില്ല ആൻസർ. എന്താ ചെയ്യാ? എന്തുകൊണ്ടാ എന്താ ചെയ്യാൻ പറ്റാത്ത? എന്റെ മുടി ഒന്നും ഇങ്ങനെ നമുക്ക് നല്ലൊരു ഹെയർ സ്റ്റൈൽ ചെയ്തൂടെ? എനിക്കിഷ്ടമാണ് ഹെയർ സ്റ്റൈൽ. ഇഷ്ടല്ല. ലിപ്സ്റ്റിക്കിന് കളർ രസമില്ല. എന്താ ഈ ഷോൾക്ക് ഡ്രസ് ഇട്ട്? കുഴപ്പമില്ല. അതാര് കയറാ? അത് മറ്റേ പണ്ടെന്നെ ക്ലാസ് അല്ല, അല്ല പുതിയതാ. ആ ഫോൺ വെക്കാണ്ട വിഗു. ഇല്ല വിഗൂല. വീണാപ്പത്തെ പ്രശ്നം. ഇത് എന്താ ഈ കമ്പിന്റെ പേരെന്താ? അതോ വായിച്ചാൽ കണ്ണില്ല. ചെടി ഇതൊക്കെ ഇങ്ങനെ വൃത്തികേട് കിടക്കണേ. അതെന്താ? ആ പെരപ്പണി കഴിഞ്ഞ രസം ഉണ്ടാവില്ല. പെരപ്പണിയല്ലല്ലോ അത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാ? ചുമര് വെള്ള കളർ തന്നെയാണ് ഇവിടെ. എനിക്കും വെള്ള കളർ ഇഷ്ടം. കാറ് ഏറ്റവും ഇഷ്ടമുള്ള കാർ ഏത്? ആ അതില്ലേ, അത് നീലാണ്. ഏത്? എന്താ കുട്ടിയെ എനിക്ക് ആ മരം പൊയ്ക്കണേ കിടന്നോടുത്ത് ഇത് ഉരുളാറില്ല. ഓക്കെ, നെക്സ്റ്റ്. പെയിന്റിങ് ഇഷ്ടമാണ്. അല്ല മയക്കാറുണ്ട്. എന്താ മയക്കാറല്ല? അഞ്ജനൊക്കെ ആയിട്ട് കാക്കച്ചേക്കാ എനിക്കറിയില്ല. ഓക്കെ, ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാണ്? ഈ തേങ്ങ എന്തെങ്ങനാ? തേങ്ങ എങ്ങനെ ഉണ്ടാവില്ലേ? തെങ്ങൊക്കെ വളഞ്ഞിക്കുള്ള ഇവിടെ ഇഞ്ചെന്തെങ്ങനാ?
പറയണ്ടേ? ഓക്കെ, ഞാൻ ചോദിച്ചു കളിച്ചപ്പോ പിന്നെ വീട് വിടണ്. എന്തായാലേ പാലഘട്ടം ഭയങ്കര മോശമാണ്, ജനറേഷൻ ഭയങ്കര മോശം. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്താ ജനറേഷനിലല്ലേ? സ്കൂൾ തുറക്കാൻ 2 ആഴ്ച നിങ്ങള് ജനറേഷനിലല്ലേ? അല്ല, 10ാം ക്ലാസ് എനിക്ക് ഒരു പേടി വരുന്നില്ല. എന്തുകൊണ്ടാ പേടി വരാത്തത്? എനിക്കറിയില്ലടോ, ഇനി 2 ആഴ്ച സ്കൂൾ തുറക്കാൻ. 10ാം ക്ലാസ് തോറ്റാലോ എന്ത് ചെയ്യും? ആർക്കറിയാ. ഞാൻ ഇപ്പത്തെ കാട്ടെ വലുതായിട്ട് എന്ത് ജോലിക്കൊന്നും ഒരു ഐഡിയ ഇല്ല. 10ാം ക്ലാസ് തോറ്റാ എന്ത് ചെയ്യും? വിവരം വെച്ച് ഞാൻ ജോലിക്ക് എടുക്കുമെന്ന് എനിക്കറിയില്ല. 10ാം ക്ലാസ് തോറ്റാ എന്ത് ചെയ്യും? കഴിഞ്ഞത് എല്ലാം ബോറുണ്ട്. ഈ ഫുഡ് എന്താ കഴിച്ച ഉച്ചക്ക്? ലിപ്സ്റ്റിക് ഡാർക്ക്ഡേനി ഫുഡ്. ഇപ്പോ ഞാൻ ലിപ്സ്റ്റിക് രസമില്ല. വെള്ളം കുടിക്കാറുണ്ടോ ഡെയിലി? എന്റെ മുഖത്ത് ഇവിടൊക്കെ എന്തൊക്കെ ഉണ്ട്. നിങ്ങളെ മുഖത്ത് എന്തല്ലേ? എന്താ ചെയ്യ ചൂടുക്കുണ്ട്. വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു. ഞാൻ ആലോചിക്കേനി ഇൻഷാ അല്ലാഹ് വൺ ഡേ അന്നേറ്റ് ഞാനിങ്ങനെ ദുബായിക്ക് പോണ്ട്. നമ്മൾ ദുബായിക്ക് എങ്ങനെ പോവും? എന്താ അറിയില്ല. എന്തിനാ അവിടെ ചത്തിക്കണ ഫുള്ള് കാക്കച്ചല്ലോ. രാത്രി ഇന്നേരത്ത് കാക്കച്ചാളെ മേഘം കാണാൻ നല്ല രസമുണ്ട്. കാക്കച്ചാളൊക്കെ കൂട്ടി പോവാ. അല്ല, ഈ പേര ഇങ്ങനെ കിടന്നിട്ട് രസമില്ല. പേരല്ല, ഇതിങ്ങനെ കിടന്നിട്ട് രസം. ഞാൻ അറിയാവുന്ന കയ്യിലായി പോയി. താങ്കൾ എന്തിനാണ് സ്കൂളിലേക്ക് പോകുന്നത്? ഞാന് ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട് ഇവിടൊക്കെ. എങ്ങനെ? ഞാന് കാല് നിഷ്കളങ്കയായിട്ട് കളിക്കല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ തീരെ ബോധരവശ ഇവിടെ ഇങ്ങനെ ഉന്തിട്ടാണ്. ഒരു പാട്ടാടോ. തേങ്ങ തെങ്ങിന ഉണ്ടാവണ്ടേ? ഇത് എന്തൊരു കണ്ണാട വെച്ചിരിക്കണ? അല്ല, ഇത് പ്ലാവാണെന്നാണ് ഞാൻ ഇപ്പളാ അറിയുന്നത്. കണ്ണാട വെച്ചെന്തിനാ? ഇതെന്തിനു മരം? കാഴ്ചക്കുറവുണ്ടോ? അറിയില്ല. ഇത് കല്ലൊക്കെ വെറുതെ കൊടുക്കുന്നില്ല. ഫ്രീ ടൈമിൽ എന്ത് ചെയ്യല്? എനിക്ക് ഈ തെങ്ങ് വളഞ്ഞിക്കണ്ട് ചിരി വരുന്നുണ്ട്. കൊറേ തെങ്ങിനെ പറ്റി പറയുന്നത്. ഇവിടെ എന്താ പണി? ഈ ബിൽഡിങ്ങിന്റെ പണി എന്താ? പെരെടുക്കാ? ഇവരെ പെയിന്റ് അടിച്ച് പോരെ പെരാണല്ലോ ജന്റീനയോ? ഇവിടെ ഉപ്പച്ചിന്റെ കാറല്ലത്? അല്ല, ഉപ്പച്ചി പോയിട്ടില്ല. എനിക്കറിയില്ല. ഇതെന്താ കത്തിക്കാത്തോണ്ട്? ഈ ചെടിക്കൊന്നും വളം നനയ്ക്കില്ല. പിന്നോടാണ് ഞാൻ എന്നോട് ശരിയല്ലേ? ഉത്തരം പറഞ്ഞ വേണ്ട വേണ്ട. ഓക്കെ ഓക്കെ. അല്ല, ഉത്തരം പറഞ്ഞേ. എന്താണ്? എന്തുകൊണ്ടാ താങ്കളെ പല്ലിങ്ങനെ ഇരിക്കണത്? അത് പൈപ്പ് വെള്ളം വരുമായിരുന്നു. പല്ലുന്നോ? പല്ലിന്ന് പൈപ്പ് പല്ലിന്ന് വെള്ളം വരിക. ഡ്രസ് കമ്പിയെ കുറിച്ച് ചോദിച്ചില്ലല്ലോ. അതോ അവിടക്ക് അത് മെയിൻ ഡ്രസ്. അതിന് ചോദിച്ചേ തെങ്ങുമല്ലിട്ട് ചെന്തെങ്ങാണോ അറിയില്ല. ചെന്തെങ്ങ സാധനം? ചെന്തെങ്ങല്ലത്. ചെന്തെങ്ങ നിനക്കറിയില്ല എന്താണ്? അത് പ്ലാവാണ്. അതും പ്ലാവാ ഇതും പ്ലാവാ. ആ റൂട്ട് കൂടെ നമ്മൾ എടുക്കാറില്ല. കൂടാ ആ മാവ് കയ്യിൽ ചെറുതായിട്ട് പോയോ? കയ്യിൽ ചെറുതായിട്ട് പോയോ? അത് മാവ്. ഏത്? ഇവക്ക് കാണുന്ന മൊത്തം മാവാട്ടോ. ഇവക്ക് കാണുന്ന മൊത്തം മാവ്. അക്ക് മാവിനെ കിട്ടിയ ചോദിച്ചേന്. അത് പ്ലാവ്. അതും പ്ലാവ്. അതും പ്ലാവ്. ഇവക്ക് ഉത്തരല്ല. ഇവക്കല്ലോ അത് പ്ലാവാണ്. ഇത് തേങ്ങയാണ്. റംബൂട്ടാൻ ഇഷ്ടാണോ? ഞാന് 2 മാസം മുന്നേ ഞാൻ കുറച്ച് ദിവസം മുന്നേ സ്കൂളിൽ പോയി. എന്തിന്? അത് എനിക്ക് വീട്ടിലേക്കുള്ള കുറച്ച് സാധനം വാങ്ങണ്ടേ. വീട്ടിലേക്കുള്ള സാധനം എന്തിട്ട് വാങ്ങിന്നിട്ട്? ഞാൻ റേഷൻ കടയിൽ പോയില്ലേ. ഇജിപ്പോ റേഷൻ കടയിൽ പോകുന്നത് എന്നും ഞാനാ പോകണ്ട്. എന്റെ സ്റ്റാൻഡേർഡ് ഫുള്ള് പോയിക്ക്. കാക്കച്ചി പറക്കലൊക്കെ ഉണ്ട്. ഞാൻ ഒരു ദിവസം കല്യാണം വിട്ടുകാണ്ട് ഞാൻ പൊട്ടത്തരം പറയുന്ന തന്നെയാണ് ഇജ്ജ് പറയാൻ വേണ്ടിട്ട്. പറട്ടെ കല്യാണം വിട്ടുകാണ്ട് ഞാൻ പറഞ്ഞ് ചിരിക്കണത് എനിക്ക് മറുപടി ഒന്നല്ല. കല്യാണം വിട്ടുകാണ്ട് ഞാൻ പറഞ്ഞ് ഇജ്ജ് കേൾക്കാതിരിക്കണം. അതാണ് കേൾക്കാതിരിക്കാം. ഇനി ആ റൂളും കറിയില്ല. കേൾക്കാതിരിക്കണം. അതൊന്നും ഇവിടെ പറ്റില്ല. പറഞ്ഞാ പറഞ്ഞു പിടിച്ചോ. ഓക്കെ. എങ്ങനെയാണ് ഈ ഒരു സ്കൂൾ ജീവിതം? എങ്ങനെയുണ്ട്?
ഈ മാഷാന്ന് എഴുതിയത് എന്തിനാണ് ശരിക്കും മാഷാന്ന് എന്തിനാ ഇതുണ്ടാ തരുന്ന വേണ്ടിട്ട് എനിക്കറിയില്ല കണ്ണാട്ടോ അതൊക്കെ തോന്നുന്നുണ്ട് ഒരു ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ ഇല്ല എന്താണ് ഇവിടെ കല്ലൊക്കെ കാണുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാ എങ്ങനെ വെച്ചപ്പോ ഇവിടെ കല്ലൊക്കെ കാണുന്നുണ്ടല്ലോ എന്തുകൊണ്ടാ ഇത് കൊള്ളാം പപ്പായ ഓക്കെ ലാസ്റ്റ് ആയിട്ട് പ്ലേറ്റ് ആക്കി തന്നോ ഞാൻ ആലോചിക്കുന്നെങ്കില് മഴയും മഴ കേൾക്കൂലേ പെയ്യുകാരം കാക്കച്ചികളെ കാണാൻ ആ ഒരു വൈബ്ര രസല്ലേ മേഘം മേഘം ഞാൻ ആലോചിക്കണേ ആ നമ്മളൊന്ന് സൺസെറ്റ് കേക്കിട്ട് വൃത്തിയാക്കിട്ട് കൊറേല്ലേ കുറച്ചായിട്ടുള്ളൂ ഒന്നും കൂടി എന്താണ് ഞാൻ പറഞ്ഞോണ്ടൊക്കെല്ലേ ആ നേരെ പറക്കണേ ഇവള് ശരിക്കും കിടന്നോണ്ട് ഓക്കെ മാവ് ഇഷ്ടാണോ ഇത് തിരുമ്പാളതല്ല കൊട്ട ഇത് ഇഷ്ടപ്പെട്ട ഫുഡ് ഈ വാഷിംഗ് മെഷീൻ എന്തെങ്ങനാ തിരുമ്പാളല്ലേ കവർ എനിക്കറിയില്ല അമ്മച്ചിക്ക് അത്ര ഇതെന്ത് കള്ളു കുപ്പി അല്ലല്ല ഇവിടെ വാവച്ചു കുടിക്കുന്ന കളയിൽ കുപ്പിന്റെ ആ ഫോൺ വെക്കണ്ടട്ടാ ഏത് ഫോണ് ആ കല്ലൊക്കെ ആ കോട്ടി ഗോട്ടിയോ പറയുന്നത് ഗോട്ടി എന്താ ഗോട്ടി ഇതെന്താ ചായ മറുപടി പറഞ്ഞല്ലോ ആ ഗോട്ടി പറഞ്ഞില്ലേ ഹലോ ആരെന്റെ കാണ ചെക്കന്മാരൊക്കെ കാറ്റെടുക്കണ ഒരുപാട് സ്വഭാവമല്ലോ നിന്റെ പോലെ ഈമാനെ ചെക്കന്മാരെ മുഖത്ത് നോക്കാൻ പാടില്ല നമ്മള് ആവശ്യക്കാർ കൊടുക്കാൻ പോണത് ഇവിടെ ഒരു പണി എടുക്കില്ല ഫോൺ കാണാ അത് മാത്രം ചെയ്യണ ഒരാളാണ് വാപിച്ചി അല്ലേ ഗ്യാസ് ടൈൽസ് ഒക്കെ ബാക്കി എന്ത് കൊടുക്കാറില്ല പാത്രം മോറ പിന്നെ ടാബ് എത്തൂല അതാണ് സ്വഭാവം ഞാന് സ്കൂളിൽ പോണ പോലെ മക്കനെ അത്ര ഇഷ്ടമല്ലോ അപ്പൊ യൂണിഫോം തിരുമ്പലുണ്ട് ഒരാള് യൂണിഫോം തിരുമ്പേണ്ടത് ആഡ് ചെയ്ത് ഈ ചെടിക്കൊന്നും വളരെ ശരിക്കും അവിടെ ഒരു പണി എടുക്കാത്ത തേങ്ങ തേങ്ങല്ല പണി നമുക്ക് വെള്ളം വേണമെങ്കിൽ കഞ്ഞിവെള്ളം വേണം വെള്ളത്തിൽ മുടിച്ചിക്കണേ വെള്ളം ആരല്ലേ ആ പൈപ്പ് മോട്ടറിനുള്ള കണക്ഷൻ ആവുന്നുണ്ട് മോട്ടറിനും പൈപ്പിനും ആ ഹോൾ എന്താ എനിക്കറിയില്ല അതിന് ഞാനോട് ചോദിച്ചാൽ അത് പണ്ട് സ്ഥിരിട്ടിരുന്ന സാധനമാണ് ഏത് ഇതല്ലേ ആ സ്റ്റാൻഡ് ആരെ പൊട്ടിച്ചേ പാർക്കെടുത്ത് ഞാൻ പോയിട്ട് നമ്മളെ റിംഗ് ലൈറ്റ് ആരെ പൊട്ടിച്ചേ ഹോസ്പിറ്റലിലേക്കൊന്നും പോകേണ്ട ആവശ്യം നമ്മളെ ഡ്രൈപോഡ് ആരെ പൊട്ടിച്ചേ പാനിയൊന്നുമില്ല ഒരു ഓൾ പൊട്ടിച്ചതൊക്കെ പറയുമ്പോ പനിയില്ല ചിഞ്ചുക്ക് രാവിലെ വിളിച്ചു അതിന് ചിഞ്ചു സിനിമക്ക് പോയിട്ടുണ്ടാവും ഓള് ഏത് ഫിലിം കാണാൻ പോവാന്ന് പറഞ്ഞേ ഓളിന്റെ തലേക്ക് കാണാനില്ലല്ലോ ഈ പൈപ്പ് ഇതിക്ക് വെള്ളം വരാളാണ് ഈശ്വര ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായി എന്റെ പൊന്നോ കൊടുക്കത്താ പിന്നെ ഞാൻ എന്തായാലും വിളിച്ചിട്ട് മൂർഖനെയാണല്ലോ ചവിട്ടിയത് ഓജിനോട് പറഞ്ഞില്ല എനിക്ക് ഈ കണ്ണട വെക്കാൻ പൂതിയുണ്ടെന്ന് അപ്പൊ ഓളെ കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോ കണ്ണിന് ഒരു കുഴപ്പമില്ല അപ്പൊ കണ്ണട വെക്കാൻ പൂതി ഉണ്ടേനും അപ്പൊ എനിക്ക് ഒരു കണ്ണട വാങ്ങിത്തട്ടെ ഇങ്ങനെ വെറുതെ അടുത്ത കൊല്ലം 10ാം ക്ലാസ്ക്ക് ഇൻഷാ അല്ലാഹ് SSLC ആണ് എന്താണ് അഭിപ്രായം അത് മറ്റേ പോത്താണ് ഫുൾ എ പ്ലസ് കിട്ടോ കാക്കച്ചിന്റെ കുടുംബക്കാരനാണ് അത് പോത്താണെന്നോ അവിടെ എങ്ങനെ പോത്ത് വരാ കാക്കച്ചിന്റെ കുടുംബക്കാരനാണ് ആര് എന്റെ അപ്പ ഉത്തരം കിട്ടി ഇനി പറയണേ അത് അപ്പോൾ അവസാനിച്ചിട്ട് ഇപ്പത്തിന് ഒന്നും കൊടുക്കലേക്ക് നിരക്ക അപ്പൊ കളി അപ്പൊ ഗൈസ് നമ്മൾ ചലഞ്ച് ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ചലഞ്ച് നാളെ തന്നെ വരും വേണ്ടല്ലേ മറ്റന്നാളാക്കാം മറ്റന്നാൾ അപ്ലോഡ് ചെയ്യാൻ മടിയാണ് മറ്റന്നാളത്തിന് വരും എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്താ നമ്മളെ നാളത്തെ ചലഞ്ച് പറയും മാങ്ങ പറിക്കണേ എനിക്കറിയില്ല ഇതിപ്പോഴും വിട്ടിട്ടില്ല ഗെയിമിന്റെ ആരും ഇടില്ലാന്നുണ്ട് ഓള് എന്തായിക്കണേന് ഓപ്പോസിറ്റ് എപ്പോഴും പറയുന്നത് ഓക്കെ ഗൈസ് അത് കുറച്ച് ഒരു പിരി ഓവറായി പോയ ടൈപ്പാണ് സോ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ വളരെയേറെ നിങ്ങൾക്ക് ബോറടിച്ചില്ലെന്ന് അറിയാം
സാല ഗൈസ് ആണ് സഹിച്ചാണ്. ഓക്കെ, ഇനി ഞങ്ങൾ സഹിപ്പിക്കാൻ വരും. വെയിറ്റ് ചെയ്യാം.